ചിറ്റൂരിൽ കാണാതായ സുഹാൻ ഇനിയില്ല. നമ്മൾ സ്ക്രീനിൽ കാണുന്ന ഈ കൊച്ചുമിടുക്കനാണ് ഇന്നലെ രാവിലെ 11 മണി മുതൽ കാണാതായത്. കൂട്ടുകാരനോട് കൂടെയുള്ള സഹോദരനോട് പിണങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. പിന്നീടിപ്പോൾ തെരച്ചിലിനൊടുവിൽ അവൻ്റെ മൃതദേഹമാണ് കണ്ടെത്താൻ കഴിഞ്ഞത്. സങ്കടകരമായൊരു വാർത്തയാണ്. ഐഷത്തുൽ ഷംന നമുക്കൊപ്പം ചേരുകയാണ്. ഷംന, നമ്മളൊക്കെ പ്രതീക്ഷിച്ചത് സുഹാൻ ചിരിച്ചുകൊണ്ട് മടങ്ങി വരുമെന്നാണ്. ഇപ്പോൾ നമ്മുടെ പ്രേക്ഷകരെ വേദനയിലാക്കിയ വാർത്ത വന്നു. സുഹാൻ ഇനി നമ്മോടൊപ്പം ഇല്ല. തീർച്ചയായും എസ് കെ അങ്ങേയറ്റം ഉണ്ടാക്കുന്ന ഒരു വാർത്ത എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ അവസാന നിമിഷം വരെയും തെരച്ചിൽ നടത്തുന്ന ഓരോ ഘട്ടത്തിലും കുട്ടി എവിടെയെങ്കിലും മയങ്ങി വീണതായിരിക്കാം, കണ്ടെത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷയായിരുന്നു അന്വേഷണ സംഘത്തിനടക്കം ഉണ്ടായിരുന്നത്. എന്തായാലും ഈ തെരച്ചിൽ നടന്ന 2 കുളങ്ങളിൽ നിന്നുമല്ല, പ്രദേശത്തെ മറ്റൊരു കുളത്തിൽ നിന്നാണ് കുട്ടിയുടെ മൃതദേഹം ഇപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം രാവിലെ 11 മണി. ഐഷത്തുൽ ഷംനയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്ന്. ഇന്നലെ രാവിലെ മുതൽ കാണാതായ ചിറ്റൂരിലെ സുഹാനെ മറ്റൊരു കുളത്തിൽ നിന്ന് കണ്ടെത്തി എന്നുള്ളതാണ്. അവൻ്റെ ഭൗതിക ശരീരം മാത്രമേ കണ്ടെടുക്കാൻ കഴിഞ്ഞുള്ളൂ. വ്യാപകമായ തെരച്ചിൽ നടത്തിയെങ്കിലും അവനെ കണ്ടെടുക്കാൻ കഴിഞ്ഞില്ല. ചിറ്റൂരിലെ 6 വയസ്സുകാരൻ മരിച്ചു എന്ന സങ്കടകരമായ വാർത്തയാണ് നമ്മളിപ്പോൾ പ്രക്ഷേപണം ചെയ്യുന്നത്. ചിറ്റൂരിലെ അമ്പാട്ടുപാളയം എരിമങ്കോട് സ്വദേശി മുഹമ്മദ് അനസ് തൗഹീദ ദമ്പതികളുടെ മകൻ സുഹാനാണ് മരിച്ചതായി വാർത്ത വന്നത്. ഇന്നലെ സഹോദരനുമായി പിണങ്ങി വീട്ടിൽ നിന്നും കുട്ടി ഇറങ്ങിപ്പോയതാണെന്നുള്ള വിവരമാണ് ലഭിച്ചത്. അഗ്നിരക്ഷാസേനയും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി തെരച്ചിൽ നടത്തിയെങ്കിലും അവസാനം സമീപത്തെ കുളത്തിൽ നിന്ന് കുട്ടിയെ കണ്ടെത്തുകയായിരുന്നു. കുട്ടിയുടെ ഭൗതിക ശരീരം ഇപ്പോൾ കണ്ടെത്തി. ഐഷത്തുൽ ഷംന വിവരങ്ങളുമായി വീണ്ടും ചേരുന്നു. പറയൂ ഷംന. എസ് കെ, അതാണ് ഇന്നലെയൊക്കെ 11 മണി മുതൽ നാട്ടുകാരും പ്രദേശവാസികളും എല്ലാം ചേർന്ന് വ്യാപകമായ ഒരു തെരച്ചിലായിരുന്നു. പക്ഷേ കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. തുടർന്ന് ഡോഗ് സ്ക്വാഡ് എത്തി ഈ പ്രദേശത്ത് തന്നെയുള്ള കുട്ടിയുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു കുളത്തിൻ്റെ അവിടെയാണ് ചെന്ന് നിന്നത്. തുടർന്ന് ഇന്നലെ ആ കുളത്തിലടക്കം വ്യാപകമായുള്ള തെരച്ചിൽ നടന്നു. ഇന്ന് രാവിലെ പ്രദേശത്തുള്ള മറ്റൊരു ആമ്പൽ കുളത്തിൽ തെരച്ചിൽ നടന്നു. പക്ഷേ കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഈ 2 കുളത്തിലുമല്ല, അല്പം മാറി മറ്റൊരു കുട്ടിയെ കണ്ടെത്താൻ കഴിയും, ഒരു അപകടം പറ്റാതെ തന്നെ കണ്ടെത്താൻ കഴിയുമെന്നൊരു വലിയ പ്രതീക്ഷ ഈ പ്രദേശവാസികൾക്കും അന്വേഷണ സംഘത്തിനും ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ചേട്ടാ, എപ്പോഴാണ്? നമുക്കറിയില്ല, നമ്മൾ അറിഞ്ഞിട്ട് വന്നാണ്. ഓക്കെ, എന്തായാലും എസ് കെ ഈ ശരീരം ഇങ്ങനെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത് കണ്ടാണ് ഇവരെ റെസ്ക്യൂ ടീമിനെ അടക്കം ഈ പ്രദേശവാസികൾ അറിയിക്കുന്നത്. ചേട്ടാ, ഇവിടെ ഉണ്ടായിരുന്നോ? സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ, ഞാൻ വന്നില്ല. എസ് കെ, ഇത് ആര് കണ്ടു എന്നത് ഒക്കെ ഇനി നമുക്ക് കൂടുതൽ വ്യക്തത ലഭിക്കേണ്ടതുണ്ട്. എന്തായാലും സുഹാൻ്റെ തന്നെയാണ് മൃതദേഹം തന്നെയാണ് എന്ന ഒരു സ്ഥിരീകരണത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അങ്ങേയറ്റം വേദനയുണ്ടാക്കുന്ന മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിൽ അങ്ങേയറ്റം ദുഃഖമുണ്ടാക്കുന്ന വാർത്ത തന്നെ നമ്മളെ തേടിയെത്തുന്നു. നമ്മൾ ആദ്യഘട്ടത്തിലൊക്കെ പറഞ്ഞ് കുട്ടി ചിലപ്പോൾ മയങ്ങി വീണതായിരിക്കാം. ഈ പ്രദേശത്ത് നിരവധി ഇടവഴികളുണ്ട്, പാടങ്ങളുണ്ട്, എവിടെയെങ്കിലുമൊക്കെ കുട്ടി ഉണ്ടാകാം എന്നൊരു വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. ഈ കുളത്തിലടക്കം തെരച്ചിൽ നടത്തിയെങ്കിൽ പോലും കുളത്തിൽ ഉണ്ടാവില്ല കുട്ടി, അങ്ങനെ ഉണ്ടാവരുത് എന്നൊക്കെ ഒരു പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ കുട്ടിയുടെ മൃതദേഹം അല്പം മാറി മറ്റൊരു കുളത്തിൽ കണ്ടെത്തി എന്നുള്ളതാണ് ഈ പ്രദേശവാസികൾ ആണ് ഈ നാട്ടുകാരാണ് ഇത്തരത്തിൽ ഇപ്പോൾ സുഹാൻ്റെ മൃതദേഹം ഇപ്പോൾ റെസ്ക്യൂ ടീം പുറത്തേക്ക് എടുത്തിരിക്കുന്നു. കുളത്തിൽ നിന്നും പുറത്തേക്ക് എടുത്തിരിക്കുകയാണ്. ആശുപത്രിയിലേക്കടക്കം ഇനി മാറ്റേണ്ടതുണ്ട്, മറ്റ് നടപടികൾ നടക്കേണ്ടതുണ്ട്. എന്തായാലും ഭൗതിക ശരീരം ഇപ്പോൾ കുളത്തിൽ നിന്നും പുറത്ത് കരക്കെത്തിച്ചിരിക്കുകയാണ്. എസ് കെ എൻ, അങ്ങേയറ്റം ദുഃഖമുണ്ടാക്കി 6 വയസ്സുകാരൻ നമ്മളെ വിട്ട് പിരിഞ്ഞിരിക്കുന്നു എന്ന ഒരു ദുഃഖകരമായ വാർത്തയിലേക്ക്, വേദനയുണ്ടാക്കുന്ന ഒരു വാർത്തയിലേക്ക് നമ്മൾ എത്തുന്നു. ആദ്യഘട്ടത്തിലൊക്കെ വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിൽ കൂടി ഈ 11 മണിയോടുകൂടി ഇന്നലെ കുട്ടിയെ കാണാതാകുന്നു. അതും സാധാരണഗതിയിൽ സഹോദരനുമായി ഉണ്ടാകുന്ന ചെറിയ തർക്കം, ചെറുതായി കുട്ടികൾ സാധാരണഗതിയിൽ TV കാണാൻ വേണ്ടിയും റിമോട്ടിന് വേണ്ടിയും ഒക്കെ ഉണ്ടാകുന്ന ഒരു തർക്കം, അത്തരത്തിലുള്ള ഒരു ചെറിയ പിണക്കം മാത്രമായിരുന്നു ഇന്നലെയും ഉണ്ടായിരുന്നത്. പക്ഷേ കുട്ടി വീട് വിട്ട് ഇറങ്ങുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനുശേഷം പിന്നീട് നാട്ടുകാരും പ്രദേശവാസികളും ഉൾപ്പെടെ വ്യാപകമായി തെരച്ചിൽ നടത്തിയെങ്കിൽ കൂടി കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒടുക്കം ഡോഗ് സ്ക്വാഡ് എത്തി നിന്നത് മറ്റൊരു കുളത്തിലാണ്. അവിടെ വ്യാപകമായി തെരച്ചിൽ ഇന്നലെ ഉണ്ടായി. ഇന്നലെ രാത്രിയൊക്കെ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിൽ തെരച്ചിലുണ്ടായിരുന്നു. രാത്രി ഏറെ വൈകിയും ഇന്ന് പുലർച്ചെയും ഒക്കെ പോലീസ് ഈ പ്രദേശത്ത് ഉൾപ്പെടെ തെരച്ചിൽ തുടർന്നിരുന്നു. ഇപ്പോൾ ഇതാ സുഹാൻ്റെ മൃതദേഹം കരക്ക് എത്തിച്ചിരിക്കുകയാണ്. എസ് കെ, നമുക്ക് അങ്ങേയറ്റം വേദന ഉണ്ടാക്കുന്ന
അത് നമുക്ക് വാക്കുകൾ കൊണ്ട് ആ വേദന പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്ര ദുഃഖത്തിൽ ആണ് ഈ നാടുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ ഒരു മാസം മുൻപാണ് ചിറ്റൂരിൽ 2 ഇരട്ട സഹോദരങ്ങൾ കുളത്തിൽ വീണ് മുങ്ങി മരിച്ചത്. സമാനമായി ഇപ്പോൾ ഒരു 6 വയസ്സുകാരനെ കൂടി നമുക്ക് കുളത്തിൽ വീണ് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു ദുഃഖമുള്ള വാർത്തയാണ് ഇപ്പോൾ ചിറ്റൂരിൽ നിന്നും വരുന്നത്. എന്തായാലും ഈ കുട്ടിയെ നമുക്ക് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു, കുട്ടിയെ എങ്ങനെയെങ്കിലും കണ്ടെത്താൻ കഴിയും എന്നുള്ളത്. പക്ഷേ സമീപത്തടക്കം നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞാണ് CCTV ഒന്നും ഇല്ലാത്തതൊക്കെ വലിയ വെല്ലുവിളിയായിരുന്നു. കുട്ടി എങ്ങോട്ട് പോയി എന്നതിനെ സംബന്ധിച്ച് ഒരു സൂചനയും ലഭിക്കാത്ത ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അന്വേഷണ സംഘം കൃത്യമായി തന്നെ എല്ലാ ഭാഗങ്ങളും കേന്ദ്രീകരിച്ച് പരിശോധന നടത്തിയിരുന്നു. വ്യാപകമായ തെരച്ചിലുണ്ടായിരുന്നു. നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് വലിയ സഹകരണം ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാ തെരച്ചിലുകളും, മണിക്കൂറുകൾ നീണ്ട തെരച്ചിലുകൾക്കൊടുവിൽ ഒരു ദുഃഖമുള്ള വാർത്ത, അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകളൊക്കെ വിഫലമായിക്കൊണ്ടാണ് ഇപ്പോൾ ഒരു ദുഃഖവാർത്ത, സുഹാന്റെ വിട്ടുപിരിയൽ നമ്മളെ തേടിയെത്തുന്നത്. ഇപ്പോൾ നഗരസഭാ അധ്യക്ഷൻ സുമേഷ് ചിറ്റൂരുണ്ട്. ചേട്ടാ, ഇപ്പോൾ കുട്ടിയെ വേണ്ടി ഷംനയാണ് ചിറ്റൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.